ജസ്റ്റ് കഴിഞ്ഞ ദിവസം തൊട്ടൊരു കാര്യം പറഞ്ഞില്ലേ, മനസ്സിലായോ? കഞ്ഞി പിഞ്ഞാണത്തിൽ മോഹൻലാൽ ഒരു മൂവിക്കകത്ത് പറഞ്ഞല്ലേ, നല്ല മറ്റേ ഡയലോഗ് ഞാൻ മറന്നുപോയി. നല്ല പിഞ്ഞാണത്തിൽ കുറച്ച് ചോറെടുത്ത് കുറച്ച് തൈര് ഒഴിച്ച് മുളക് ഞെരടി എന്നിട്ട് ഇങ്ങനെ ചാമ്പി കുറച്ച് ചമ്മന്തി കൂടെ. ചമ്മന്തി വേണമായിരുന്നോ? അല്ല, അവിയലിന് ചമ്മന്തി കൊള്ളത്തില്ലല്ലോ, തേങ്ങ ചേർത്തല്ലേ. അയ്യോ, ഇതിനകത്തെ ഇപ്പൊ തന്നെ കഥം പോകെ ഇതിനകത്ത് എന്റെ ജസ്റ്റ് ഇതിനകത്തെ കഞ്ഞിവെള്ളം കളഞ്ഞോ ജസ്റ്റ്? അഞ്ജനയാ, മുത്തിന് കഞ്ഞി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഞാനത് ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നല്ലേ. അതിന്റെ വെള്ളം എന്തിനാ വെള്ളം എന്തിനാ ഡ്രെയിൻ ചെയ്ത് കളഞ്ഞേ? ഞാനിപ്പോ ഇങ്ങനെ കഴിക്കാനായിട്ട് എടുത്തു. ഇതാണോ കഞ്ഞി? പഴയ കഞ്ഞി. പൊട്ട പഴയ ഇതിനകത്ത് കഞ്ഞിവെള്ളത്തിരുന്ന സാധനമല്ലേ? സത്യം പറഞ്ഞ ആരെങ്കിലും ഓടിച്ച് കയറ്റിയാ പോലും ദൈവം ഇത് നീ അടുക്കളയിൽ കയറരുത്. ഞാൻ എന്നാ ഉച്ചക്ക് കഞ്ഞിയായിട്ട് ഇതിപ്പോ ചോറ് പോലെ ഇല്ലേ, ഇതിനകത്ത് വെള്ളം വേണം. അത് വേറെ അല്ലേ മുത്തേ. പോട്ട് ഇത് കുറച്ച് ചോറെടുത്ത് കേട്ടോ, കഞ്ഞിയുടെ മണമുള്ള ചോറ് വേണം. തലേദിവസം വെള്ളത്തിലിട്ട കഞ്ഞി വേണം, എന്നാലേ ടേസ്റ്റ് ഉള്ളൂ. ഇനി അടുത്ത എന്നാ? അതെനിക്ക് മനസ്സിലായി. ഇതിനകത്ത് തൈരിട്ട സ്പൂൺ വെച്ച് നീ കിള്ളിയോ? തൈരോ? ഇതിനകത്ത് തൈരിന്റെ ഇതുള്ള സ്പൂൺ. എന്ത് മടിയാന്നറിഞ്ഞില്ലയോ ഒരു വേറൊരു സ്പൂൺ എടുക്കാൻ. അടുക്കളയെന്ന് എഴുതി ഒരു ബോർഡ് വെക്കാം. ഈ ഒരു തമാശക്ക് പോലും ഇതാണ് പറഞ്ഞ ഒരാൾക്ക് കഴിക്കാനുള്ള അവിയലുള്ളത്. എത്രയും പോരെ ഇവിടെ വേണമായിരിക്കും. ഓക്കേ, അവിയലെടുത്തു. അടുത്തത് പച്ചമോര്. എന്നോട് ആരാണ്ട് ചോദിച്ചേ പച്ചമോരിന്റെ റെസിപ്പി ഇടാവുന്ന. കട്ടിയുണ്ട് മോരിന്, നല്ല യോയ്. കാന്താര മുളകൊക്കെ ഉണ്ട്. അല്ല, ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയപ്പോ ഇത് നിറച്ചുണ്ടായിരുന്നല്ലോ, ഇതിപ്പോ പറ്റിയല്ലോ. കൂട്ടുമല്ല കുറയ്ക്കുമല്ലേ മോര്? അതെ, അല്ല ആരാണ്ട് കുടിച്ച് പറ്റിച്ചാന്ന് തോന്നുന്നു. മതിയോ? എന്തേലും വേണം? മതിയോ? ഒരു സാധനമുണ്ട്, ഇരിക്കട്ടെ അങ്ങോട്ട്. പൊന്നു മോനെ, ഇതൊക്കെയാണ് സ്വർഗം. സ്വർഗം. ഇനി എന്നാ വേണ്ടേ? ചൂടാക്കിയാൽ മതി. കഞ്ഞി ചൂടാക്കിയാൽ എന്റെ ഭൂലോക ദുരന്തമേ. ഓ ശരി. അപ്പൊ ഇത് ലാലേട്ടൻ പറഞ്ഞ പോലെ ഇനി ഒരു നല്ല ലാമ്പണം. പക്ഷെ ഇതിനകത്ത് കഞ്ഞിവെള്ളം എന്ന് പറയുന്ന സാധനം ഇല്ല കേട്ടോ. സാരമില്ല. അച്ചാർ വേണ്ടേ? അച്ചാർ വേണ്ട, ഇച്ചിരി അച്ചാർ ഞാൻ ഇടുകയുള്ളൂ കേട്ടോ. ഇത് ശരിക്കും ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കഞ്ഞിവെള്ളം ഇടുന്നായിരുന്നു. അത് ജസ്റ്റ് എടുത്ത് ദൂരെ കളഞ്ഞു. എന്നിട്ട് ചോറ് മാത്രം എടുത്ത് വെച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് കഞ്ഞി വേണമെന്ന്. ഗൈസ്, ഇത് കാണുന്ന നിങ്ങൾ ഏകദേശം ഇവിടെ ഉള്ള ഒരാളുടെ നിലവാരം മനസ്സിലായല്ലോ. കഞ്ഞിയാണ് കഞ്ഞി, ഇതല്ല ഇത് കഴിക്കുന്ന ആള്. അപ്പൊ ഏകദേശം കറക്റ്റ് കോമ്പൻസേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിക്കുന്ന ആളും കഞ്ഞി, ഉണ്ടാക്കിയതല്ല കഴിക്കുന്ന ആളും കഞ്ഞി, കഴിക്കാൻ പോകുന്ന കഞ്ഞിയും എന്നുള്ളൊരു പ്രത്യേകത ഈ ഒരു ഡിഷിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങക്ക് മനസ്സിലായില്ലേ? ഇതാണ് ഉണ്ടോ നല്ല. ഇത് ഞെക്കി തരട്ടെ ഞാൻ? ഇച്ചു തരട്ടെ? അങ്ങനല്ല, ഇങ്ങനെ ഇളക്കി തരട്ടെ? കുഴപ്പമുണ്ടോ? നോക്ക് മക്കളെ, നോക്ക്. എന്നാലും എന്റെ ജസ്റ്റ് ഇതിനാണ് പിഞ്ഞാണം എന്ന് പറയുന്നത്. മുളകൊക്കെ ഇല്ലേ, ഇത് ഇങ്ങനെ ഞെരടി ഇതെല്ലാം കഴിക്കണം കേട്ടോ. വാ എന്നാലും എനിക്കങ്ങ് വിഷമമായി. ജസ്റ്റിനെ ആദ്യം അടുക്കള വിട്ട അതാ ഞാൻ അറിഞ്ഞില്ല ജസ്റ്റ് വന്നതിനകത്തെ കഞ്ഞിവെള്ളം എടുത്ത് കളയുന്ന കാര്യം. ഇത് കണ്ടു കഴിയുമ്പോ ആർക്കും ഏതവനും തോന്നും ഇതാണ് കേരളത്തിലെ പണ്ടത്തെ കാലത്തെ, ഇപ്പോഴും കഴിക്കുന്നവരുണ്ട് കേട്ടോ, ദേശീയ ഭക്ഷണം. ഇത് രാവിലെ ഒന്ന് കഴിക്കണം. ജസ്റ്റ് കഴിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കുമല്ലോ.
അപ്പൊ ഞാൻ മേലോട്ട് നിന്നാണോ? അങ്ങനെ ചില കാര്യങ്ങളൊന്നും ജസ്റ്റ് അറിയാൻ പറ്റില്ല. ഇത് ഇങ്ങനെ എടുത്ത് ഞാൻ വായിത്തരാം. ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. അല്ല ഇത് എനിക്കുണ്ടാക്കിയതല്ലേ? നമ്മള് അല്ല, ഇത് നാട്ടില് ഹോട്ടലൊക്കെ ഉണ്ട്, ഇന്റർനാഷണൽ ഹോട്ടലൊക്കെ. ഇവിടെ കിട്ടുമല്ലോ. അല്ലെന്ന് 5 സ്റ്റാർ ഹോട്ടലുണ്ട്. നമ്മള് കഴിഞ്ഞ വർഷം ട്രിവാൻഡ്രത്ത് ഇവിടെ താമസിച്ചേ. ഒരു ഭയങ്കര മരങ്ങളും എന്താ മസ്കറ്റ് അല്ല, അയ്യോ അതിന്റെ പേര് സൗത്ത് പാർക്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നോ അന്ന് കൊച്ചിക്ക് പോകാനായിട്ട് രാവിലെ ഒരുങ്ങിയപ്പോ? അത് കഞ്ഞിയല്ലായിരുന്നോ? കൊച്ചി എയർപോർട്ടിൽ ഉണ്ടായിരുന്നു കഞ്ഞി. കൊച്ചിൻ എയർപോർട്ടിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞി. രാത്രിയില് വെളുപ്പിനെ രാത്രി പോയപ്പോഴാ. വെളുപ്പിനെ അല്ല, കഞ്ഞി വെളുപ്പിനെ ആയിരുന്നു. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് പ്രാവശ്യം അവിടുത്തെ എവിടാണ് ലോഞ്ചിൽ കണ്ടു. അതുപോലെ ഹോട്ടലിൽ സൗത്ത് പാർക്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഞ്ഞി ഇരിക്കുന്നു. അത് പൊടി ചമ്മന്തി ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ചമ്മന്തി, അച്ചാറ്, പപ്പടം, പയറും ഒക്കെ. ഇതിന്റെ മുമ്പിൽ ഒരു KFCക്കും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല മക്കളെ, പറ്റത്തില്ല. എന്നാ ചേച്ചി കഞ്ഞി ഇത് മറ്റേ ഓരോ ചാനൽസ് കണ്ടിട്ടില്ലേ? കോഫി വിത്ത് ഇത് കഞ്ഞി മോനെ. യു വാണ്ട് ട്രൈ? ചില മറ്റേ റിയാലിറ്റി അല്ല ഓരോ ചാനൽസിലൊക്കെ കാണത്തില്ലേ, കോഫി വിത്ത് അരുന്ധതി വർമ്മ എന്നൊക്കെ പറഞ്ഞ പോലെ കഞ്ഞി വിത്ത് ലിറ്റി. എന്റെ ചാനലിന്റെ പുതിയ പേര് കഞ്ഞി വിത്ത് കഞ്ഞി. ഇച്ചിരി ചെറിയ വ്യത്യാസം. ഞാൻ പറഞ്ഞ ബീപ്പ് സൗണ്ട് ഇട്ട് കേൾപ്പിക്കേണ്ടി വരും. കഞ്ഞി വിത്തിന്റെ കട്ടലോ. അമ്മ വാരി തരട്ടെ കഞ്ഞി? ഇതിനകത്ത് വൈറ്റമിൻ A to Z ഉണ്ട്, പിന്നെ വൈറ്റമിൻ ഇറു എന്ന് പറയുന്ന ഒരു അഡീഷണൽ വൈറ്റമിനും ഉണ്ട്. ഓ മിടുക്കെ, വൈറ്റമിൻ ഇറു ഇതുവരെ WHO പുതുതായിട്ട് അംഗീകരിച്ച ഒരു വൈറ്റമിൻ ആണെന്നോ. നീ എവിടെയെങ്കിലും വൈറ്റമിൻ ഇറു എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ നീ? എവിടാ കേട്ടേക്കുന്നത്? നീ ഇതൊന്നും കഴിക്കണ്ട. തരട്ടെ അമ്മ, നീ നോക്കിത്. എന്റെ പൊന്നളിയാ, അടിപൊളിയല്ലേ? എങ്ങനുണ്ട്? അതിന് കഞ്ഞി കുടിച്ചിട്ടുണ്ടോ? പെടലിക്ക് വേനായിട്ടോ? പെടലി വെട്ടിയാണോ ഉളുക്കിയതാണോ? എനിക്കങ്ങനെ തല്ലണമെങ്കിൽ രാത്രി വരെ ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ രാത്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കെട്ടിയൊരു ഉറങ്ങി കഴിയുമ്പോൾ തല്ലാൻ ഞാൻ അത്രക്കാരി നെയ്യേ സ്പോട്ട് ഞാൻ തന്നിരിക്കും. കല്ലിൽ പോയി നോക്കണം, അപ്പോഴേ തരാൻ തോന്നും. പാവുണ്ട് ഗൈസ്. നമ്മുടെ ജസ്റ്റ് പോലും മണ്ടലോട്ട് നോക്കാൻ വരാത്തോട്ട് നമുക്ക് കുരിഞ്ഞിരിക്കാം. ജസ്റ്റ് കഞ്ഞി എങ്ങനുണ്ട്? ആണോ? കഞ്ഞി എങ്ങനുണ്ട്? കഞ്ഞി കൊള്ളാവോ? കഞ്ഞി കൊള്ളാടി കഞ്ഞി.